നമസ്കാരം. ഒരു ജിഹാദിക്ക് ഹിന്ദുക്കൾ പരമപവിത്രമായി കാണുന്ന ഗംഗാനദിയിൽ എന്നെങ്കിലും ചെന്ന് ഗംഗാനദിയിലേക്കൊന്ന് കാർക്കിച്ച് തുപ്പണമെന്നുള്ളൊരാഗ്രഹം വളരെ ഇങ്ങനെ ഉള്ളിൽ തിക്കിത്തകട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കുകയും ചെയ്തു ആ ഒരാഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരാഗ്രഹത്തിന് കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ആദ്യം ആ ജിഹാദിയുടെ പേര് പറയാം. സക്രിയ മാനൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സക്രിയ മാനൂർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു മുസ്ലിം ലീഗുകാരനാണ്. അതായത് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെ ജിഹാദി കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ, ഇന്ന് അതും ഒരു വിഷയമാണ്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. ഇതിൽ കോൺഗ്രസ്സുകാരിലെ ജിഹാദികൾ എന്നാൽ മുസ്ലിം ലീഗ് മനസ്സുമായി അല്ലെങ്കിൽ മുഖംമൂടിയുമായി പാണക്കാട്ടെ തങ്ങന്മാരാണ് ലോകത്തെ ഏറ്റവും നല്ല തങ്ങന്മാർ എന്നുള്ള തരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അടിസ്ഥാനപരമായിട്ട് മുസ്ലിം മതവിശ്വാസിയാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഗംഗാനദിയിലേക്ക് ഒന്ന് കാർക്കിച്ചു തുപ്പണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. ഈ ഒരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുവാനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 42-47 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി 47 വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ കുറേ ഗുണ്ടകളെയും കള്ളന്മാരെയും എല്ലാം നാട്ടുകാരും പോലീസുകാരും കൂടി ചേർന്ന് പിടിച്ച് അവരുടെ കണ്ണുകളിലേക്ക് ആസിഡ് ഒഴിച്ച് അവരുടെ കാഴ്ചയില്ലാതാക്കിയിരുന്നു. ഈ കാഴ്ചയില്ലാതാക്കുന്ന അവസരത്തിൽ അവർ ആ ആസിഡിനെ വിളിച്ചിരുന്നത് ഗംഗാജലമെന്നാണ്. അതായത് നിങ്ങളുടെ പാപങ്ങൾ കഴുകി കളയാൻ ഇത് ഗംഗാജലമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അവരുടെ കണ്ണിലേക്ക് ആ ആസിഡ് ഒഴിച്ചിരുന്നത്. ആ സംഭവത്തെ അടിസ്ഥാനമാക്കി പ്രകാശ് ഝാ എന്നൊരു സംവിധായകൻ ഗംഗാജൽ എന്നൊരു സിനിമ, 2 ഭാഗങ്ങളുണ്ട്. രണ്ടാം ഭാഗത്തിൽ പ്രിയങ്ക ചോപ്രയായിരുന്നു. ആദ്യത്തെ ഭാഗം ഒരല്പം സാമ്പത്തികമായി വിജയിച്ച സിനിമയായിരുന്നു. അജയ് ദേവഗൺ നായകനായിട്ടുള്ള ഗംഗാജൽ എന്നുള്ളൊരു സിനിമ ചെയ്തിരുന്നു. 47 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഓർക്കണം. നിതീഷ് കുമാറിൻ്റെ ഭരണം വരുന്നതുവരെ, പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവിൻ്റെ, ഈ സംഭവം നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ്സാണ് ബീഹാർ ഭരിക്കുന്നത്. എന്നാൽ ബീഹാറിൽ പൊതുവെ ഒരു ജംഗിൾ രാജ് നടപ്പാക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയായിരുന്നു നിതീഷ് കുമാറിൻ്റെ ഭരണം വരുന്നതുവരെ. നിതീഷ് കുമാറിൻ്റെ ഭരണകാലത്ത് അതിനെക്കുറിച്ച് എന്ത് കുറ്റവും കുറവും പറഞ്ഞാലും ക്രമസമാധാനം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഈ RJDയുമായി എപ്പോഴൊക്കെ കൂട്ടുകൂടുകയോ അപ്പോഴൊക്കെ അല്ലാതെ, ആ അവസരങ്ങളിലല്ലാതെ, RJD എപ്പോഴൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ ജംഗിൾ രാജിൻ്റെ പല പ്രതിരൂപങ്ങളും തിരികെ വന്നിട്ടുണ്ട് ബീഹാറിൽ. അതാണ് ബീഹാറിൻ്റെ അവസ്ഥ. അത്തരത്തിലുള്ളൊരു സംഭവം നടന്നതിൻ്റെ പ്രതിയാണ് ഈ വ്യക്തി ഗംഗാജലത്തിലേക്ക് കാർക്കിച്ചു തുപ്പണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം. അത് അത്യാവശ്യമായതുകൊണ്ട് ഞാനത് കൃത്യമായിട്ടൊന്ന് വായിക്കാം. എന്നെങ്കിലും ഗംഗാനദി കാണുമ്പോൾ ആദ്യം ഒന്ന് അതിലേക്ക് കാർക്കിച്ചു തുപ്പും. അത്രമാത്രം നശിച്ച സംസ്കാരം പേറുന്ന, നശിച്ച സംസ്കാരത്തിൻ്റെ വ്യക്തികൾക്ക് താല്പര്യമുണർത്തുന്ന മറ്റൊരു നദി ഒരു പക്ഷേ ലോകത്തുണ്ടാവില്ല. ഒരു നദി ഒരിക്കലേ ഒഴുകൂ, പക്ഷേ അതിൽ നിന്ന് പകർന്നെടുക്കുന്ന സംസ്കാരം സഹസ്രാബ്ദങ്ങൾ നിലനിൽക്കും, ഇന്നും നിലനിൽക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹ പ്രകടനം. ഇതിൽ വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഇതെല്ലാം ഉണ്ട് എന്ന് തന്നെ കരുതുക. ഒരു അമേരിക്കയിലുള്ളതുപോലെ, അമേരിക്കയുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് തന്നെ, അമേരിക്കയുടെ ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്തഭിപ്രായവും ഒരാൾക്ക് പറയാം. പക്ഷേ അതിൽ മാനനഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു വ്യക്തിക്കുണ്ടായാൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ ആ വ്യക്തിക്കും അധികാരമുണ്ട്. അത് മറ്റൊരു വശം. ഇനി വ്യക്തി സ്വാതന്ത്ര്യം അത്രയും തന്നെ ഉള്ളൊരു രാജ്യമാണ് ഭാരതമെന്ന് കരുതുക. അത്രയും ഭരണഘടന അത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് അനുവദിക്കുന്നില്ല നിയമപരമായി തന്നെ. അത് മറ്റൊരു വശം. പക്ഷേ അങ്ങനെ ഉണ്ടെന്നൊന്നും സങ്കല്പിക്കുക. ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു അഭിപ്രായം പറയുന്ന വ്യക്തി തിരികെ മറ്റൊരാൾ മദീനയുടെ ഒരു വ്യാപാര കേന്ദ്രമുണ്ടായിരുന്നു, പഴയ വ്യാപാര കേന്ദ്രം. അവിടെ ഏതാണ്ട് ബാനു ഖുറയ്യ വംശത്തിലെ 700ഓളം പേരെ ഒരു കിടങ്ങ് കുഴിച്ച് അതിൽ കഴുത്ത് വെട്ടി കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ്. ഈ മുഹമ്മദിൻ്റെ ഈ പ്രവൃത്തിയെ അധികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ട് മദീനയിൽ എന്നെങ്കിലും ചെന്ന് എനിക്ക് കാർക്കിച്ചു തുപ്പണം എന്നൊരു ഹൈന്ദവനായൊരു വ്യക്തി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഈ സക്രിയെ പോലുള്ളവർ അത് ഉൾക്കൊള്ളുമോ, അത് സഹിഷ്ണുതയോടെ കാണുമോ, അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കയ്യും കാലും വെട്ടുവാനുള്ള നടപടികൾ അവർ കൈക്കൊള്ളും. ആരെയെങ്കിലും പ്രോത്സാഹിപ്പിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി SDPIക്കാരെ ഇറക്കിവിടും. ജോസഫ് മാഷിന് സംഭവിച്ചതുപോലെ വിരുദ്ധ ദിശയിൽ കയ്യും കാലും വെട്ടും. അതും ഇസ്ലാമികമായിട്ടുള്ളൊരു ആചാരമാണ്. അതിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ വിരുദ്ധ ദിശയിൽ, ഇടത് കൈയാണെങ്കിൽ വലത് കാല്, വലത് കൈയാണെങ്കിൽ ഇടത് കാല്, ഇത് രണ്ടും വിരുദ്ധ ദിശയിൽ ഛേദിച്ച്
ശിക്ഷ നടപ്പാക്കും എന്നുള്ള രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത് വസ്തുതയാണ്. കാലം നമ്മളോട് വിളിച്ചു പറഞ്ഞൊരു സത്യമാണ്, തെളിയിച്ചൊരു കാര്യമാണ്. ഇത്തരത്തിൽ കാര്യങ്ങളിരിക്കെ മറ്റ് മതവിശ്വാസങ്ങളെ ഒരു ധർമ്മത്തിൻ്റെ, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു സാംസ്കാരിക പൈതൃകമായി കാണുന്നു, വെറുമൊരു നദിയല്ല, സാംസ്കാരിക പൈതൃകമായി, അതിൽ ഈ സക്രിയ മാനൂർ പറഞ്ഞിരിക്കുന്ന കാര്യം ശരി തന്നെയാണ്. സംസ്കാരമാണ് ഗംഗാനദിയിലൂടെ ഒഴുകുന്നത്. ആ സംസ്കാരം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. അതിനെ ആരെങ്കിലും ഗംഗാജലമെന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അതിന് മറ്റൊരു താരതമ്യം കൂടി അവിടെ അർഹിക്കുന്നു. കാരണം വടക്കേ ഇന്ത്യയിലേക്കൊക്കെ ഈ ഗംഗാജലമെന്ന് പറഞ്ഞില്ലേ, അത് ഒരു തവണ മാത്രം ഉപയോഗിക്കപ്പെട്ടൊരു പദമാണ് ഇത്തരത്തിലുള്ള ഒരു ആസിഡ് പ്രയോഗത്തിന്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഈ കൊലപാതകമുണ്ടല്ലോ, പ്രത്യേകിച്ച് കഴുത്തറുത്തുള്ള കൊലപാതകം, അതിന് പലരും പറയുന്ന ഹലാൽ കർദിയ എന്നാണ്. അതായത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് ഹലാൽ കർദിയ, കഴുത്ത് ഈ ഹലാൽ രീതിയിൽ അറുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ആചാരം, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹലാൽ ഭക്ഷണശാലകളുടെ നേരെ ആരെങ്കിലും കാർക്കിച്ചു തുപ്പണമെന്ന് ചിന്തിച്ചാൽ, അത് ആ ചിന്ത, ആ ഒരാഗ്രഹം പരസ്യപ്പെടുത്തിയാൽ ഏത് തരത്തിലായിരിക്കും ഇവരൊക്കെ പ്രതികരിക്കുക? ഇത്തരത്തിലുള്ള വ്യക്തികൾ, ജിഹാദികൾ, ഇവരുടെ മനസ്സിൽ മറ്റ് മതങ്ങളോടും മറ്റ് സംസ്കാരങ്ങളോടുമുള്ള വെറുപ്പിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ സക്രിയയുടെ ഈ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സക്രിയ എന്നുള്ളൊരു വ്യക്തി ഇവിടെ പ്രസക്തമേ അല്ല. മുസ്ലിം ലീഗ് എന്നുള്ളൊരു പാർട്ടി പോലും പ്രസക്തമല്ല. ഇവിടെ പ്രസക്തമായത് ഈ വ്യക്തികളുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, വെക്കപ്പെട്ടിരിക്കുന്ന ചെറുപ്പകാലം മുതൽ, ഏതാണ്ട് 3 വയസ്സ് മുതൽ എന്നുള്ളതാണ് എൻ്റെ അറിവ്, ഈ മതപഠനമുണ്ടല്ലോ, ആ മതപഠനത്തിലൂടെ കുത്തിവെക്കപ്പെട്ടിരിക്കുന്ന വിഷം മാത്രമാണ് ഇപ്പോൾ ഉള്ളിൽ പെരുകി അതിൻ്റെ ഒരു തീക്ഷ്ണത വർദ്ധിച്ച് പുറത്തേക്ക് വമിക്കുന്നത് ഇത്തരത്തിലൂടെ. അതിന് RSSനെയും നരേന്ദ്രമോദിയെയും എല്ലാം കാരണക്കാരായി അവർ പറയും. പക്ഷേ അതൊന്നും പ്രസക്തമല്ല. RSSും ഇവിടെ വിഷയമല്ല, നരേന്ദ്രമോദിയും വിഷയമല്ല. അന്യമത വിദ്വേഷം മാത്രമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം. കാഫിറുകളോടുള്ള വെറുപ്പ് മാത്രമാണ്. കാഫിറുകൾ എന്നുള്ളത് അവർ പറയുന്നത് സത്യനിഷേധികൾ എന്നുള്ള രീതിയിലാണ്. അടിസ്ഥാനപരമായിട്ട് അവർ പറയുന്ന ആ ഒരു വ്യാഖ്യാനം തന്നെ എടുത്തു കഴിഞ്ഞാൽ സത്യമാണെന്ന് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. സത്യനിഷേധികളെന്ന് വിളിക്കുന്നത് ആരെയാണ്? മറ്റു വിശ്വാസികളെയാണ്. അവരെ കള്ളന്മാരെന്ന് വിളിക്കുന്നതിന് തുല്യമാണ് ഈ സത്യനിഷേധികളെന്ന് വിളിക്കുന്നത്. അത്രയും ഹീനമായൊരു പദമാണ് ഈ കാഫിർ എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ട് അത്തരത്തിലുള്ള കാഫിറുകളോടുള്ളൊരു വെറുപ്പിൻ്റെ പ്രതിഫലനം മാത്രമാണ്, അതിൻ്റെ ഒരു പരിച്ഛേദം മാത്രമാണ് ഈ സക്രിയെ പോലുള്ള ജിഹാദികളുടെ ഇത്തരത്തിലുള്ള ആഗ്രഹപ്രകടനങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ VD സതീശൻ അടിസ്ഥാനപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പൂർണ്ണ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ VD സതീശൻ ഭരണത്തിലിരിക്കുന്നു എന്നുള്ള ഒരാത്മവിശ്വാസം കൂടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള വെറുപ്പിൻ്റെ ആശയങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുവാൻ ഈ സക്രിയെ പോലുള്ള ജിഹാദികൾ തയ്യാറാകുന്നത് എന്നതും ഒരു വസ്തുതയാണ്. അതും നാം അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥിതി നാം സൃഷ്ടിച്ചെടുത്തതാണ്. തിരഞ്ഞെടുപ്പുകളിലൂടെ നമ്മുടെ സമ്മതിദാനാവകാശങ്ങൾ വിനിയോഗിച്ച് നാം കൊണ്ടുവന്ന ഒരു ഭരണകൂടമാണ് ഇത്തരത്തിലുള്ള ജിഹാദികൾക്ക് പ്രോത്സാഹനമായി മാറുന്നത് എന്നത് ദൗർഭാഗ്യകരമായൊരു വസ്തുതയാണ്. പക്ഷേ അത് വസ്തുത തന്നെയാണ്. അത് നാം അംഗീകരിച്ചേ മതിയാകൂ. അടിസ്ഥാനപരമായിട്ട് ഈ സക്രിയയെ പോലുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന് നിയമപരമായിട്ടുള്ള വശങ്ങളുണ്ട്. പക്ഷേ സക്രിയയുടെ പോസ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ അതിനെ വിമർശിച്ച് പുറത്തു വന്ന ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വന്നൊരു കമൻ്റാണ് അതിന് ഏറ്റവും ഉത്തമമായ പരിഹാരം, ഇവരെ കൈകാര്യം ചെയ്യുവാനുള്ള രീതി എന്ന് എനിക്കും തോന്നുന്നു. ഒരല്പം രസകരമാണ് ആ കമൻ്റ്. ആ കമൻ്റിൻ്റെ ഒരു രത്നം ചുരുക്കം ഇത്രയേ ഉള്ളൂ: ഈ ജിഹാദിക്ക് ഗംഗയിൽ കാർക്കിച്ചു തുപ്പുവാനുള്ള ആഗ്രഹം അത്രയധികം ഉത്കടമാണെങ്കിൽ നമ്മൾ തന്നെ പിരിവിട്ട് ടിക്കറ്റ് എടുത്ത് ഇയാളെ ഉത്തർപ്രദേശിലേക്ക് അയക്കുക, വാരണാസിയിലേക്കോ കാശിയിലേക്കോ അയക്കുക, അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞതുപോലെ. ഇയാളുടെ വരവിൻ്റെ ഉദ്ദേശവും ടിക്കറ്റിൻ്റെ വിവരങ്ങളും കൃത്യമായിട്ട് UPയിൽ യോഗി ആദിത്യനാഥിനെയും UP പോലീസിനെയും അറിയിക്കുക. ബാക്കിയുള്ള കൈകാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള മറുമരുന്ന് എന്താണെങ്കിലും അതിന് വേണ്ട രീതിയിൽ അവർ തന്നെ ഈ ജിഹാദിക്ക് കൊടുത്തുകൊള്ളും എന്നുള്ളൊരു അഭിപ്രായ പ്രകടനം ഒരു പോസ്റ്റിൻ്റെ താഴെ ഞാൻ വായിക്കുവാനിടയായി. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ജിഹാദികളെ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും നല്ല മാർഗം. പക്ഷേ എല്ലാവർക്കും അത്തരത്തിൽ നിയമപരമായിട്ടുള്ള ഇത്തരം നടപടികളിലേക്ക് ഈ ജിഹാദികളെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുമെന്ന് വരില്ല. പക്ഷേ ഇത്തരക്കാരുടെ മനസ്ഥിതി, ഇത്തരക്കാരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അറിയുക, തിരിച്ചറിയുക, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് അറിയാം, പക്ഷേ തിരിച്ചറിവ് എന്നുള്ളത്
ഉണ്ടാകുമ്പോൾ, തിരിച്ചറിവ് എന്നുള്ളൊരു അവസ്ഥയുണ്ടാകുമ്പോൾ നാം അതിന് പ്രതിക്രിയകൾ ചെയ്തു തുടങ്ങും. ഇത്തരക്കാർക്കുള്ള ഏറ്റവും നല്ല പ്രതിക്രിയ എന്താണ്? നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ, ഭാരതീയ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സക്രിയെ പോലുള്ള ജിഹാദികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം അതില്ലാതാക്കുക എന്നുള്ളതാണ്. അടുത്ത തവണ ഇത്തരം ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ജിഹാദികളെ പിന്തുണയ്ക്കില്ല എന്ന് നമുക്കുറപ്പുള്ള ഒരു ഭരണകൂടത്തെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക. മുട്ടുവിറയ്ക്കും ഇവരുടെയൊക്കെ. ഇത്തരത്തിൽ ഒരു ബൗദ്ധികമായിട്ടുള്ള എന്തോ കാര്യം ഛർദ്ദിച്ച് വയ്ക്കുന്നു എന്നുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഈ ജിഹാദികളുണ്ടല്ലോ, വ്യക്തിപരമായിട്ട് ഇവരൊക്കെ ഇത്രയും ഭീരുക്കൾ കാണില്ല. ഒരു സംഘടിത സമൂഹത്തിൻ്റെ ശക്തി തൻ്റെ പിന്നിലുണ്ട്. ആ സംഘടിത സമൂഹം തിരഞ്ഞെടുപ്പുകളിലൂടെ അധികാരത്തിലെത്തിച്ച കളിപ്പാവകൾ ഭരണത്തിലിരിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ധൈര്യം. ഈ ധൈര്യങ്ങളെല്ലാം ഇല്ലാതായാൽ, ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരവസ്ഥ വന്നാൽ, ഒരു സാഹചര്യത്തെ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നൊരവസ്ഥ വന്നാൽ, സക്രിയയുടെ കീച്ചിപ്പാപ്പ എന്ന് തന്നെ ഗ്രാമ്യമായ ഭാഷയിൽ വേണമെങ്കിൽ പറയാം, മുട്ടുവിറച്ച് മുണ്ട് നനയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി ഇത്തരത്തിലുള്ള ജിഹാദികളെ കൈകാര്യം ചെയ്യുവാനുള്ള അവസ്ഥ ഇപ്പോൾ, ഇന്നത്തെ ദിവസം, ഈ നിമിഷം നമ്മുടെ മുന്നിലുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കുക, ഇവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക, അത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുക, ഇത്തരം ജിഹാദികൾക്ക് മറുമരുന്ന് നൽകുക. അല്ലെങ്കിൽ പിരിവിട്ട് നമുക്ക് പുള്ളിയെ UP-യിലേക്ക് അയക്കാം. എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംവാദങ്ങൾ തുടരേണ്ടത് തീർച്ചയായും അത്യാവശ്യം തന്നെയാണ്. കാരണം ഇത്തരം ജിഹാദികളുടെ മനസ്സിലിരിപ്പ് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ കൂടുതൽ തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്. അതിന് സംവാദങ്ങളിലൂടെ അല്ലാതെ ജനാധിപത്യപരമായിട്ടുള്ള മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് തന്നെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.